കുസാറ്റ് ക്യാമ്പസിൽ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ ഇവിടുത്തെ രജിസ്ട്രാറെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി UDSFന്റെ അല്ലെങ്കിൽ KSUവിന്റെ ഭാരവാഹികൾ കൂടിയായിട്ടുള്ള ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയന്റെ ഭാരവാഹികൾ കൂടിയായിട്ടുള്ള ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. 34 കൊല്ലത്തിന് ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഇക്കൊല്ലം KSU അധികാരത്തിലേറി. നാളിതുവരെയായിട്ട് ഈ SFIയും ഇവിടുത്തെ ഇടത് സിൻഡിക്കേറ്റും ഇവിടുത്തെ ഒരു രജിസ്ട്രാർ ഇടതുപക്ഷത്തിന്റെ അധ്യാപകം കൂടെയാണ്. ഇവരെല്ലാവരും കൂടെ വിദ്യാർത്ഥികളെ പറ്റിച്ച് നടക്കുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂണിയൻ കൃത്യമായിട്ട് വിദ്യാർത്ഥികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുന്നു. വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയം അവരിൽ ചെന്ന് നമ്മൾ നാട്ടുകൂട്ടം എന്നൊരു പരിപാടിയായിട്ട് ഓരോ ക്യാമ്പസിലും ഓരോ ക്ലാസ്സിലും ഓരോ സെക്ടർ ഏത് സെഗ്മെന്റ് ആണെങ്കിലും അവിടെ പോയിട്ട് ഈ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് പഠിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 ക്യാമ്പസുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടനാട് ക്യാമ്പസിൽ കുസാറ്റിനുള്ള കുട്ടനാട് ക്യാമ്പസിൽ പോയപ്പോൾ അവിടെ SFIക്കാർ സംഘടിക്കുകയും നമ്മൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല. ശരി, ഞാൻ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് തന്നെ അതിന്റെ ഉത്തരങ്ങൾ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. യാതൊരു കാര്യവും അറിയില്ലാതെ വെറുതെ ബബടിച്ചിരുന്നു. ഇതിനിവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്രിൻസിപ്പളിനെ കൂട്ടി വന്ന് പോലീസിനെ വിളിച്ച് SFIക്കാർ പറഞ്ഞതിന്റെ പേര് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് താഴെ ഇറക്കി. യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളെ ഒരു ക്യാമ്പസിൽ കയറാൻ അനുവദിക്കത്തില്ല SFIക്കാർ അവരുണ്ട്. പിന്നെ ഈ രജിസ്ട്രാർ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അദ്ദേഹം പാർട്ടി ഭാരവാഹിയാണോ അതോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറാണോ? ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ ഇവിടെ 7 യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളുണ്ട്. എല്ലാവരും കാണാൻ തയ്യാറാവണം. ഇങ്ങനെ ഗേറ്റ് അടച്ചിടേണ്ടതല്ല. കുസാറ്റില് ഇത്ര നാൾ തുറന്നിട്ടതാണ്, ആ രീതിയിൽ തന്നെ തുറന്നിടണം. SFIയുടെ സെക്രട്ടറി വന്നപ്പോൾ ഇവന്മാര് തുറന്നു കൊടുത്തു. ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഇലക്ഷൻ നടത്തി KSUയോട് ജയിച്ചിട്ടുണ്ടെങ്കിൽ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി തന്നെയാണ്. അപ്പോ ഞങ്ങൾ 7 പേരായിട്ട് ഇപ്പൊ ഇദ്ദേഹം കാണണം. ഈ കാര്യങ്ങൾ ഒരു തീരുമാനമെടുത്തണം. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ പുറപ്പെടുവിച്ച അവിടുത്തെ ഇൻചാർജ് പ്രിൻസിപ്പളിനെയും തെറി വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിച്ച SFIക്കെതിരെ നടപടിയെടുത്തേ മതിയാവും. നിലവിൽ ഇപ്പം രജിസ്ട്രാറുമായി ചർച്ച നടത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള സമവായ ശ്രമങ്ങൾ എന്തെങ്കിലും നടന്നോ അവരുടെ ഭാഗത്ത്? രജിസ്ട്രാറിന് സംസാരിക്കുവാൻ പേടിയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? സത്യം പറയാൻ കാരണൂടാ. ഞങ്ങൾ ഭാരവാഹികൾ എല്ലാവരുമായിട്ട് ഇപ്പൊ ഇരിക്കണം. ഞങ്ങൾ ആക്രമിക്കാനോ കൊല്ലാനോ ഒന്നും പോകുന്നൊന്നുമില്ല. ഞങ്ങൾ SFIക്കാരല്ല. ഞങ്ങൾ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന KSUക്കാരാണ്. അപ്പോൾ നമ്മൾ 7 പേര് സംസാരിക്കും, കാര്യങ്ങൾ ക്ലിയർ ആക്കും. എന്തുകൊണ്ട് ഞങ്ങളെ തടഞ്ഞു? ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. ഇനി മേലാൽ തടഞ്ഞു പോകല്. ഇത് വിദ്യാർത്ഥി യൂണിയനാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയനാണ്. ആ ബോധം അദ്ദേഹത്തിന് ഉണ്ടാക്കണം. അത്ര നമുക്കുള്ളൂ. എന്തായാലും 15 അംഗ യൂണിയനാണ്. അതിൽ 2 SFI, ബാക്കി UDSF ആണ്. അതിൽ തന്നെ ഇപ്പോൾ KSUവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. KSU യൂണിയനാണ്. അതിൽ 7 ഭാരവാഹികൾ നിലവിൽ ഇവിടെയുണ്ട്. ഇവരുമായി രജിസ്ട്രാർ ചർച്ച നടത്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ വിബി തടത്തിലിനൊപ്പം അഹമ്മദ് മുജ്തബ, മീഡിയ 1, കൊച്ചി.